ഇത് ഐതിഹ്യ പ്രാധാന്യമുള്ള കീഴ്ലോക വരിക്ക, പാതാള വരിക്ക എന്നും പറയും. പിറവത്തിനടുത്തുള്ള പാഴൂർ പെരുംതൃക്കോവിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലാണ് ഈ വരിക്കപ്ലാവ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. മൂവാറ്റുപുഴയാറ് ക്ഷേത്രത്തെ അർദ്ധവൃത്താകൃതിയിൽ പ്രദക്ഷിണം വച്ച് കിഴക്കോട്ടൊഴുകുന്നു. ക്ഷേത്രപൂജകൾക്കും അഭിഷേകത്തിനുമൊക്കെയുള്ള ജലം വടക്കുഭാഗത്തുള്ള ക്ഷേത്രക്കടവിൽ നിന്നുമാണ് എടുക്കുന്നത്. ക്ഷേത്രത്തിൽ കിണറില്ല. പരമപവിത്രയായ ഗംഗാദേവിയുടെ സാന്നിധ്യമാണ് അതിന് നിദാനം. ഒരിക്കൽ, അതായത് പണ്ട് ഏതോ ഒരു കാലത്ത്, ക്ഷേത്ര പൂജാരി ജലമെടുക്കുന്നതിനു വേണ്ടി ഭഗവാന്റെ സ്വർണ്ണക്കുടവുമായി കടവിലെത്തുകയും യദൃച്ഛയാ കുടം കയ്യിൽ നിന്നു വഴുതി പുഴയുടെ ആഴങ്ങളിലേക്ക് മറയുകയും ചെയ്തു. പരിഭ്രാന്തനായ പൂജാരി കുടവും തേടി പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിച്ചെല്ലുകയും കുടം ഒരു ഗുഹാകവാടത്തിലൂടെ കടന്നുപോകുന്നതു കണ്ട് അതിനെ പിന്തുടരുകയും ചെയ്തു. അവസാനം അദ്ദേഹം ചെന്നെത്തിയത് പാതാള ലോകത്തായിരുന്നു. അവിടെ പാതാളലോക നിവാസികളിൽ ചിലർ നല്ല തേൻവരിക്കയുടെ ചുളകൾ ഭക്ഷിക്കുന്നതുകണ്ട് അങ്ങോട്ടു ചെല്ലുകയും ഭഗവാന്റെ സ്വർണ്ണക്കുടം നഷ്ടപ്പെട്ട വിവരം അവരെ അറിയിക്കുകയും ചെയ്തു. അവിടുന്ന് ഖേദിക്കേണ്ട, കുടം ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. അവിടുന്ന് ഇവിടെ ഇരുന്ന് ഈ ചക്കച്ചുളകൾ കഴിച്ചാലും. പക്ഷേ ഒരു നിബന്ധന, ഇതിൻ്റെ കുരു ഞങ്ങൾക്ക് തിരിച്ചു തരണം. അങ്ങനെ അദ്ദേഹം അസാമാന്യ മാധുര്യമുള്ള ചക്കച്ചുളകൾ ഭക്ഷിക്കുകയും അതിൻ്റെ ഒരു വിത്ത് അവരറിയാതെ കൈക്കലാക്കുകയും ചെയ്തു. അവർ സ്വർണ്ണക്കുടവും കൊടുത്ത് അദ്ദേഹത്തെ പുഴക്കടവിൽ കൊണ്ടുചെന്നാക്കി. ആ വിത്ത് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ നട്ടു. അതാണ് ഈ കീഴ്ലോക വരിക്ക എന്ന് പറയപ്പെടുന്നു. പക്ഷേ യഥാർത്ഥ കീഴ്ലോക വരിക്ക നശിച്ചു പോവുകയും അതിൻ്റെ വിത്തിൽ നിന്നും ഉണ്ടായതാണ് ഇപ്പോഴത്തെ വരിക്ക എന്നും പറയപ്പെടുന്നു. ഏതായാലും പാതാളലോകവുമായി അഭേദ്യമായ ഒരു ബന്ധം ഈ വരിക്കപ്ലാവിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല. ഓം നമഃ ശിവായ.